ഉത്തമഗീതം പുസ്തകത്തിൽ നിന്നുള്ള വായന. അധ്യായം 6. അങ്കനമാരിൽ അഴകാർന്നവളെ, നിന്റെ പ്രിയൻ എങ്ങുപോയി? എങ്ങോട്ടാണ് നിന്റെ പ്രിയൻ പിരിഞ്ഞു പോയത്? പറയൂ. നിന്നോടൊപ്പം ഞങ്ങളും അവനെ തേടി വരാം. മണവാട്ടി, എന്റെ പ്രാണപ്രിയൻ തന്റെ ഉദ്യാനത്തിലേക്ക്, സുഗന്ധദ്രവ്യങ്ങളുടെ തടങ്ങളിലേക്ക് ഇറങ്ങിപ്പോയി. തന്റെ ആട്ടിൻപറ്റത്തെ മേയ്ക്കുവാനും ലില്ലിപ്പൂക്കൾ ശേഖരിക്കുവാനും തന്നെ. ഞാൻ എൻ്റെ പ്രിയൻ്റേതാണ്, എൻ്റെ പ്രിയൻ എൻ്റേതും. അവൻ ആട്ടിൻപറ്റത്തെ ലില്ലികൾക്കിടയിൽ മേയ്ക്കുന്നു. ഗാനം 5. മണവാളൻ. എൻ്റെ പ്രിയെ, നീ തിർസാ നഗരം പോലെ മനോഹരിയാണ്, ജെറുസലേം പോലെ സുന്ദരിയും. കൊടിക്കൂറുകളേന്തി വരുന്ന സൈന്യം പോലെ നീ ഭയദയയുമാണ്. നീ എന്നിൽ നിന്ന് നോട്ടം പിൻവലിക്കുക, അതെന്നെ വിവശനാക്കുന്നു. നിന്റെ തലമുടി ഗലയാദ് മലഞ്ചെരുവുകളിലേക്ക് ഇറങ്ങി വരുന്ന കോലാട്ടിൻ പറ്റം പോലെയാണ്. കുളി കഴിഞ്ഞു വരുന്ന ചെമ്മരിയാടുകളെപ്പോലെ ഒന്നൊഴിയാതെ നേരെയൊത്തതാണ് നിന്റെ പല്ലുകൾ. മൂടുപടത്തിൽ മറഞ്ഞ നിന്റെ കവിൾത്തടങ്ങൾ മാതളപ്പഴ പകുതി പോലെയാണ്. 60 രാജ്ഞിമാരും 80 ഉപനാരികളും എണ്ണമറ്റ കന്യകമ്മമാരുണ്ട്. എന്നാൽ എന്റെ മാടപ്രാവ്, എന്റെ പൂർണ്ണവതി ഒരുവൾ മാത്രം. അമ്മയ്ക്കവൾ ഓമനയാണ്, ഉദരത്തിൽ വഹിച്ചവൾക്ക് അവൾ അവികലയാണ്. കന്യകമാർ അവളെ കണ്ട് ഭാഗ്യവതി എന്ന് വിളിച്ചു. രാജ്ഞിമാരും ഉപനാരികളും അങ്ങനെ തന്നെ അവളെ പുകഴ്ത്തി. ഉഷസ് പോലെ ശോഭിക്കുന്നവളും ചന്ദ്രനെ പോലെ കാന്തിമതിയും സൂര്യനെ പോലെ തേജസ്വിനിയും കൊടിക്കൂറകളേന്തുന്ന സൈന്യത്തെപ്പോലെ ഭയദയയുമായ ഇവൾ ആരാണ്? ഞാൻ ബദാം തോട്ടത്തിലേക്ക് ഇറങ്ങിച്ചെന്നു, താഴ്വരയിലെ പൂങ്കുലകൾ കാണാൻ, മുന്തിരിവള്ളികൾ മുട്ടിട്ടോ എന്നറിയാൻ, മാതളമരങ്ങൾ പൂവിട്ടോ എന്ന് നോക്കാൻ. മണവാട്ടി, ഞാൻ അറിയാതെ തന്നെ എൻ്റെ ഭാവന എന്നെ രഥത്തിൽ എൻ്റെ നാഥന്റെ അരികിലിരുത്തി. തോഴിമാർ, ശൂലാം കന്യകയെ മടങ്ങിവരൂ, മടങ്ങിവരൂ, ഞങ്ങൾ നിന്നെ ഒന്ന് കണ്ടുകൊള്ളട്ടെ. 2 സംഘങ്ങളുടെ മധ്യത്തിൽ നൃത്തം ചെയ്യുന്ന ശൂലാം കന്യകയെ നിങ്ങൾ എന്തിനു തുറിച്ചു നോക്കുന്നു? ദൈവവചനമാണ് നാം കേട്ടത്.